നമസ്കാരം. ഡിവൈഎഫ്ഐയുടെ ഏറ്റവും മികവുറ്റ ഒരു പ്രവർത്തനമാണ് ഹൃദയപൂർവം പരിപാടി. ഹൃദയപൂർവം പരിപാടി എന്ന് പറയുന്നത് ഓരോ മേഖലാ കമ്മിറ്റിയുടെയും കീഴിൽ അവരവർ പൊതിഞ്ഞു കൊടുക്കുന്ന, ഓരോ വീടുകളിൽ നിന്നും പൊതിഞ്ഞു കൊടുക്കുന്ന പൊതിച്ചോർ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഹൃദയപൂർവം പരിപാടിയിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. അത് തുടർച്ചയായി ഇപ്പോൾ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഹൃദയപൂർവം പരിപാടിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന് തുടങ്ങുന്ന ഒരു മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചില താലൂക്ക് ആശുപത്രികളിലും ഇപ്പോൾ ഏറ്റെടുത്തു വരികയാണ്. അതിപ്പോ കേരളത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വർഷങ്ങളായി എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായി ഡിവൈഎഫ്ഐ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ഒരു പരിപാടിയായി ഈ പരിപാടി ഡിവൈഎഫ്ഐയുടെ പരിപാടി മാറിയിരിക്കുകയാണ്. ഈ ഓണത്തോടനുബന്ധിച്ച് ഹൃദയപൂർവം പരിപാടിയിൽ എല്ലാ ദിവസവും പൊതിച്ചോറ് ഇതുപോലെ എല്ലാ വീടുകളിൽ നിന്നും ശേഖരിച്ച് മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഓണസദ്യ കൊടുക്കുന്നതിന് വേണ്ടി ഒരു മേഖലാ കമ്മിറ്റി തയ്യാറെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ ഓണസദ്യ കൊടുക്കുന്നതിന് വേണ്ടി ആ കമ്മിറ്റി തീരുമാനിച്ചു. അതിനുശേഷം അതിന്റെ വിഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് ഓണസദ്യയായിട്ട് തന്നെ വിളമ്പി കൊടുത്തിരിക്കുകയാണ്. അത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഈ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്നത്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പൊതിച്ചോറ് മാറ്റി ഓണനാളിൽ ഇലത്തുമ്പിൽ സദ്യ വിളമ്പി ഡിവൈഎഫ്ഐയുടെ ഹൃദയസ്പർശം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് കുന്നിക്കോട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓണസദ്യ ഒരുക്കിയത്. ഡിവൈഎഫ്ഐ നടത്തിവരുന്ന ഏറ്റവും വലിയ ക്യാമ്പയിനാണ് ആശുപത്രികളിൽ മുടങ്ങാതെയുള്ള പൊതിച്ചോറ് വിതരണം. കുന്നിക്കോട്, പുനലൂർ, പത്തനാപുരം, അഞ്ചൽ ഏരിയ കമ്മിറ്റികളാണ് ഹൃദയസ്പർശം പദ്ധതിയിലൂടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പൊതിച്ചോറ് എത്തിക്കുന്നത്. കുന്നിക്കോട് മേഖലാ കമ്മിറ്റിയുടെ ഊഴമെത്തിയ ഇന്നലെ വാർഡിലെ ഓണാഘോഷമായിരുന്നു. പൊതിച്ചോറ് ശേഖരിക്കേണ്ടവർ ഓണാഘോഷത്തിലേക്കിലും. ആഘോഷം മുടങ്ങാതെ പൊതിച്ചോറ് എങ്ങനെ എത്തിക്കുമെന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആലോചനയാണ് ഓണസദ്യയായി മാറിയത്. അവിടുത്തെ ആ ജനങ്ങളാകെ ഇതിന്റെ ഭാഗമായി തീരുമാനിക്കുകയായിരുന്നു. അവരുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി അവർ വെക്കുന്ന സദ്യയോടൊപ്പം ഡിവൈഎഫ്ഐയുടെ കുന്നിക്കോട് മേഖലാ കമ്മിറ്റിയുമായി സഹകരിച്ച് സദ്യ ഒരുക്കി. ആ സദ്യയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിതരണം ചെയ്തത്. കുന്നിക്കോട് 2-ാം വാർഡിലെ ജനങ്ങൾ ഒത്തുചേർന്നാണ് സദ്യവട്ടങ്ങൾ ഒരുക്കിയത്. ഉച്ചയോടെ വിഭവങ്ങൾ ആശുപത്രിയിലെത്തിച്ച് ഇലയിട്ട് സദ്യ വിളമ്പി. 10 കൂട്ടം കറികളും പപ്പടം, പഴം, പായസമടക്കം വിഭവസമൃദ്ധമായ സദ്യ. രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം 400-ൽ പരം ആളുകൾ ഡിവൈഎഫ്ഐയുടെ ഓണസദ്യയിൽ പങ്കാളികളായി. സുജിത് സുരേന്ദ്രൻ, 24, കൊട്ടാരക്കര. ഇത് കേവലം ഒരു ആശുപത്രികളിൽ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും കൊടുക്കുന്നു, താലൂക്ക് ആശുപത്രികളിലും ഇത് കൊടുക്കുന്നു. ഇതൊരു ജനകീയമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവർ ഈ പൊതിച്ചോറ് കളക്ട് ചെയ്യുന്നത് രണ്ടാഴ്ചക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പ് എല്ലാ വീടുകളിലും പോയി പറയുന്നു, ഇത്രാം തീയതി പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസമാണെന്ന് പറയുകയും ആ പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസത്തിന് 2 ദിവസം മുമ്പ് വീണ്ടും പോയി പറയുന്നു. എന്നിട്ട് പൊതിച്ചോറ് ശേഖരിക്കേണ്ട ദിവസം എല്ലാ വീടുകളിലും പോയി അത് കൃത്യമായി ശേഖരിച്ച് അതെല്ലാം ഒരു വണ്ടിയിലാക്കി നേരെ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലും എത്തിച്ച് അവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇതുപോലെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഹൃദയപൂർവം പദ്ധതി. ഇത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പുനലൂർ പോലുള്ള താലൂക്ക് ആശുപത്രികളിൽ ഇപ്പോ ഓണസദ്യ ഒരുക്കി ആ പരിപാടിയും വിജയകരമായി നടത്തിയിരിക്കുകയാണ്. യുവജന സംഘടനകളൊന്നും ചെയ്യാത്ത ഒരു കാര്യം ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് നാടിന്റെ ഒരു പ്രവർത്തനമായി ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഓണസദ്യ ഒരുക്കിയ ആ താലൂക്ക് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.